അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മഗ്‌രിബിന് ശേഷം ഈ സൂറത്ത് ഓതുന്നവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരും, ജോലി ശരിയാവാത്തവർക്ക് ജോലി ശരിയാവും, മക്കൾ നല്ലവരായി മാറും, സമ്പത്ത് ഐശ്വര്യം കടന്നുകൂടും. നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ സൂറത്ത്. ഈ സൂറത്ത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മക്കൾ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. നമ്മുടെ ഭർത്താവിന് ജോലി ശരിയാവുന്നില്ല, മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ജീവിതം മുന്നോട്ട് പോകുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എത്ര പരിശ്രമിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇനി എന്ത് ചെയ്യും റബ്ബേ? രാത്രി നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? അല്ലാ, നീ എന്നെ മറന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലരും ഇതുപോലെ നൊന്ത് ജീവിക്കുന്നവരാണ്, കരയുന്നവരാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷമില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷമാണ്, പക്ഷേ അകത്തെപ്പോഴും നമ്മൾ കരയുകയാണ്. അത്തരം സമയങ്ങളിലാണ് അള്ളാഹു അത്ഭുതകരമായൊരു ആശ്വാസം നൽകുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ആ സൂറത്താണ് സൂറത്തു ദുഹ. വദുഹ വല്ലൈലി ഇദാ സജ. ആ സൂറത്താണ്. ഈ സൂറത്ത് വലിയ ചെറുതാണെങ്കിലും അതിലെ സന്ദേശം വളരെ ആഴമുള്ളതാണ്. ഈ സൂറത്ത് പ്രധാനമായും നമ്മുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ ആശ്വസിപ്പിക്കാൻ അള്ളാഹു വെളിപ്പെടുത്തിയതാണ്. ഈ സൂറത്തിൻ്റെ ആമുഖം തന്നെ അള്ളാഹു നീ ഒരിക്കലും ഒറ്റയാളല്ല, അള്ളാഹു നിന്നെ മറന്നിട്ടുമില്ല എന്നത് അർത്ഥം വരുന്നതാണ്. നിന്റെ രക്ഷിതാവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. നിനക്ക് വരാനിരിക്കുന്ന ജീവിതം ഇതിനേക്കാൾ നല്ലതാണ്. നീ കരഞ്ഞ ഓരോ നിമിഷം അള്ളാഹു കാണുന്നുണ്ട്. നീ ഒരിക്കലും ഒറ്റപ്പെട്ടവനായിരുന്നില്ല. അള്ളാഹുവിന് നിന്നെ രക്ഷിച്ച്. നിനക്ക് ഒന്നുമില്ലാത്തപ്പോൾ അവൻ നിന്നെ സമ്പന്നനാക്കി. അതിനാൽ അനാഥരെ വേദനിപ്പിക്കരുത്, ആരും ചോദിച്ചാൽ തള്ളിക്കളയരുത്. അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നീ ഒരിക്കലും ഒറ്റയ്ക്കില്ല, അള്ളാഹു നിന്നെ മറന്നിട്ടില്ല. ഇതൊക്കെയാണ് സൂറത്തുൽ ദുഹയുടെ സന്ദേശം. ഈ സൂറത്തുൽ ദുഹ ദിവസവും ഒരു 11 പ്രാവശ്യമെങ്കിലും ഓതിയാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം വന്നു ചേരും, മനസ്സിലെ വിഷമങ്ങൾ കുറയും, ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രതീക്ഷകൾ വന്നു ചേരും. ഇന്ന് പലരും കുടുംബ പ്രശ്നങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, മനസ്സിൽ ശാന്തിയില്ലാതെ ജീവിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതം എന്ന് ഇങ്ങനെ ചോദിക്കുന്നവരാണ് നാം എല്ലാവരും. അത്തരം സമയത്താണ് അള്ളാഹു നമുക്ക് വലിയൊരു ആശ്വാസം നൽകുന്നതാണ് ഈ സൂറത്തുൽ ദുഹ. ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ദുഃഖത്തിൽ ആശ്വാസവും മനസ്സിന് ശാന്തിയും അള്ളാഹുൽ വിശ്വാസവും ശക്തമാക്കലുമാണ്. ഇത് ദിവസവും പതിവായി 11 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് മനസ്സിന് ശാന്തിയും പ്രതീക്ഷയും വളരും. അതാണ് കുടുംബത്തിലെ ജീവിതത്തിലെ മാറ്റം കൊണ്ടുവരുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയാൽ അതിൻ്റെ ഫലം കൂടുതൽ അനുഭവപ്പെടും. നീ എത്ര പ്രശ്നങ്ങൾ ആയാലും അള്ളാഹു നിന്നെ മറന്നിട്ടില്ല. ഇന്നു മുതൽ തുടങ്ങൂ, മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം. സഹോദരങ്ങളെ, നമ്മൾ എത്ര വലിയ പ്രശ്നങ്ങളിലായാലും, നമ്മൾ എത്ര തവണ കരഞ്ഞാലും നമ്മൾ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക: അള്ളാഹു നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, അള്ളാഹു നമ്മെ മറന്നിട്ടുമില്ല. അതെല്ലാവരും ചിന്തിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ റബ്ബ് അതിനൊരു പ്രതിവിധി തരുക തന്നെ ചെയ്യും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ, ഫലം ഉറപ്പാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കമൻ്റായി അറിയിക്കൂ. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്താം. ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ.